തലയിൽ വെച്ചോക്കട്ടെ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അത് കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ തലേ ദിവസം തന്നെ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള അരി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തിളക്കാൻ ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്ന് അപ്പോൾ അതാ പാത്തു ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അടിച്ചോരൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആള് കിടക്കണേക്കുമ്പോൾ എന്നും ഇവിടെ അങ്ങനെ അടിച്ചു വരും കേട്ടോ. പറയാണ്ട് ഇതൊക്കെ ചെയ്യും. പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ മടിയായിരിക്കുള്ളൂ. അലക്കിയ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഫോണിലിരുന്നിട്ട് ഇവിടെ ചോറ് വെച്ച കാര്യം മറന്നിട്ടാ. പക്ഷേ വന്ന് നോക്കിയപ്പോൾ തിളച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തിളക്കാനായ കാരണം അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ചോറ് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഗ്രില്ലൊക്കെ പൂട്ടി റൂമിലേക്ക് വന്ന് അപ്പോൾ ഫറാസിന് എന്തോ വരക്കാൻ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബോർഡറൊക്കെ പാത്ത് വരച്ചു കൊടുത്ത് ഫറാസ് എഴുതിയിട്ടാ. പിന്നെ ഇതാ യൂണിഫോം പാത്ത് അവളുടെ യൂണിഫോമാണ് കേട്ടോ അവൾ തേച്ചത്. മറ്റൊരു ഞാൻ ഇനി രാവിലെ തേക്കുള്ളൂ. അപ്പോൾ ഇതാ ഇത് പുലർച്ചെ എഴുന്നേറ്റിട്ട് ചോറ് ആദ്യം വടിച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ചോറിലേക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ പുട്ടും പഴമാണ് ചായക്കടി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തു വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുട്ടുപൊടിയും ഉരുളക്കിഴങ്ങും എല്ലാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരികയാണ്. ഫ്രിഡ്ജ് അടുക്കളയിലെല്ലാം ഇരിക്കണം, തൊട്ടപ്പുറത്താണ്. അപ്പം അതൊക്കെ പറക്കി കൊണ്ടുവരണം. പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കേണ്ട. പഴം വെന്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ പുട്ടുണ്ടാക്കുള്ളൂ. ഞാൻ പുട്ടുകുടത്തിലല്ല കേട്ടോ പുട്ടുണ്ടാക്കാറ്. ഈ ഒരു ആവി കയറ്റണ പാത്രത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പം അതൊരൊറ്റടിക്ക് കഴിയും. എന്തായാലും പുട്ട് കുഴച്ചിട്ടല്ല നമ്മൾ കഴിക്കുക. പുട്ടുകുടത്തിലല്ല ഉണ്ടാക്കാറ്. അതിലാവുമ്പോൾ ഇങ്ങനെ കുറേ നേരം മാറ്റിയും മറിച്ചൊക്കെ വെച്ച് വേവിക്കണ്ടേ. ഇതാവുമ്പോൾ ഈസിയല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് ഹൽത്താനുള്ള സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് സവാള ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങിനുള്ള സവാള ഇച്ചിരി വലുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഉരുളക്കിഴങ്ങ് ഞാൻ വൈകുന്നേരത്തേക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കുള്ളൂ. അപ്പം ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇതാ സവാളയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അവർക്ക് മദ്രസയിൽ പോകാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പുറത്തോട്ട് വന്നത്. അപ്പോൾ അതങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വെന്തിട്ടില്ല കേട്ടോ, വെള്ളമൊക്കെ വറ്റാനുണ്ട്. അപ്പോൾ അത് പിന്നെ തീ കുറച്ച് വെച്ച് വന്നിട്ട് ഞാൻ പിന്നെ മുറ്റടിക്കാൻ നിന്ന്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളുടെ പഴം വെന്തിട്ടുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചിട്ട് അങ്ങനെ ഉപ്പേരി വെക്കാറുണ്ട്. അപ്പോൾ പുട്ടിലേക്കുള്ള തേങ്ങ ഞാൻ പൊളിച്ചിട്ടുണ്ട്. അതൊന്ന് ചിരകി എടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കണം. സാധാരണ ഉപ്പിട്ടിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുഴക്കാറ്. ചിലർ വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ ഒഴിക്കണ കാണാം. പിന്നെ കുറച്ച് നേരമൊക്കെ അടച്ച് വെക്കണമൊക്കെ കാണാം. ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ പുട്ടുണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിയാവണം കേട്ടോ, അപ്പോഴാണ് പുട്ടുപൊടി ശരിക്കും മിക്സായിട്ടുണ്ടാവുക. അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയപ്പില്ലേ ചാടണ തവള. എനിക്ക് ഭയങ്കര പേടിയാണ് തവളനൊക്കെ. എന്നിട്ട് ഞാൻ ആ ബ്രഷ് എടുത്തിട്ട് ഒരു വിധത്തിൽ അതിനെ പുറത്തേക്ക് ആക്കിയിട്ടാണ്. അപ്പോൾ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ട പൊരിക്കാനുള്ള മുട്ട റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ കുട്ടികൾ വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതൊക്കെ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. നേരത്തെ പണി കഴിഞ്ഞാൽ ഇത് അവർ വരുന്നേക്ക് മുമ്പൊക്കെ ബോക്സിലാക്കി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ടാണ് ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ഫുഡ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഹോർലിക്സ് ഉണ്ടാക്കാനുള്ള പാലാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ചെടിയിലൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോർലിക്സിനുള്ള പാല് തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഒന്നൊഴിച്ച് വെക്കണം. അവർ വരുമ്പോഴത്തേനും റെഡിയാക്കി വെച്ചിട്ട് അവിടെ മൂടി വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും അവർ വന്ന് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച്. അപ്പം ഞാൻ യൂണിഫോം തേക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂണിഫോമൊക്കെ തേച്ച് കഴിയുമ്പോഴാണ് ഫറാസ് പറയണത്, അയ്യോ എനിക്ക് സ്കൂളിലേക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കണമെന്ന്. എപ്പോഴും അതെ, പോണ നേരത്തായിരിക്കുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ യൂട്യൂബൊന്നും നോക്കാനായിട്ട് നേരല്ലോ, ഒരു വീഡിയോ നോക്കി എങ്ങനെയാണ് ഫ്ലവർ ഇങ്ങനെ തലയിൽ വെക്കാനാന്ന് പറഞ്ഞ്. അപ്പോൾ ഇതുപോലെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഒരു വീഡിയോ കണ്ടതിൽ ഇങ്ങനെ ലീഫ് കെട്ടിയിട്ട് വെച്ചേക്കണുണ്ട്. അപ്പോൾ സെൻറ്ററിൽ ഒരു ബ്രൗൺ കളറാണ് കണ്ടത്. പക്ഷേ ബ്രൗൺ കളർ പേപ്പറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോം ഷീറ്റ് ഈ ഒരു കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മതി ഉമ്മി എന്ന് പറഞ്ഞ കാരണം അതങ്ങോട്ട് വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടാ. കണ്ടില്ലേ ഉണ്ടാക്കിയ ഫ്ലവർ തല വെച്ചിരിക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നത്. എന്നിട്ട് എന്നെ കൊണ്ട് തിരക്കിനുണ്ടാക്കിച്ച്. അവനിക്ക് ആ ഫ്ലവർ വെക്കാൻ കവർ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മെറ്റീരിയൽസൊക്കെ വെച്ചിരുന്ന കവറ് ഇവിടെയൊക്കെ കൊട്ടിയിട്ടിട്ടാണ് കൊണ്ടുപോയത്. അപ്പം ഞാനവൻ പോയപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണതിൻ്റെ ഇടയിൽ പിങ്ക് ടവർ കണ്ടപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യട്ട. ഇത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് നോക്കും. ഇത് ഞങ്ങൾക്ക് മെറ്റീരിയൽസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു, അതിലുണ്ടാക്കിയതാണ് കേട്ടോ. പിങ്ക് ടവർ ചാർട്ട് പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അങ്ങനെ അത് വെച്ച് നോക്കി വേഗം എടുത്ത് അതൊക്കെ കവറിലാക്കി വെച്ചിട്ടാ. പിന്നെ ഫിസാൻ പോയിട്ടില്ല, അവന് പോകാൻ സമയമാവണുള്ളൂ. പിന്നെ ഞാൻ അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വരി. അങ്ങനെ പിന്നെ അതും കഴിഞ്ഞ് അവന് സ്കൂളിൽ പോകാൻ ടൈമായിട്ടാ. അപ്പോൾ അവനും പോയി. പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ബിരിയാണി എൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. ഇതിന് മുന്നത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെമ്മീൻ ബിരിയാണി ഞാനൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ചൂടാക്കിയതാണ് കേട്ടോ. അത് കൊണ്ടുപോയിട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്തു. എനിക്ക് കഴിക്കാൻ വെറും ചോറാണ് കൊണ്ടുപോയത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ക്ലീനാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കൊടുത്തിട്ട് റൂമിലേക്ക് പോയിട്ടാണ്. എൻ്റെ യൂണിഫോം തേക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തേച്ച് ക്ലാസ്സിൽ പോകാൻ റെഡിയായി. അങ്ങനെ ഞാനും ക്ലാസ്സിൽ പോയി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂള്. ഇവിടെ പ്ലേ സ്കൂള് KG1 KG2 ആണ് കേട്ടോ ഉള്ളത്. പിന്നെ ഞങ്ങളുടെ ക്ലാസ് അപ്പുറത്താണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ അസംബ്ലി നടക്കുകയായിരുന്നു. പിന്നെ ക്ലാസ്സിൽ പോയി. ക്ലാസ്സിൽ ഇന്ന് ഞാൻ ട്രൈപോഡായിട്ടാണ് കേട്ടോ വന്നത്. മാം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാമിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കണ വീഡിയോ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി ഞാൻ ട്രൈപോഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ ചാനലിലും ഇടാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ അങ്ങനെ എടുത്ത് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിലിട്ടതാണ്.
വീഡിയോ എടുക്കല്ലേ Okay. Why miles too? അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പതിവുപോലെ ഞാൻ ജിമ്മിൽ പോയി. അവിടെ നിന്ന് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്